ഉപ്പുകാറ്റിൽ മീനെ മണക്കും നടുകടലിലും. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. അതിരാവിലെ തന്നെ എന്നെ അമ്മയെ വിളിച്ചോണ്ട് പോകുന്നത് എങ്ങോട്ടെന്ന് അറിയാവോ? പുതിയ താമരപ്പൂ വിരിഞ്ഞെന്നും പറഞ്ഞ് താമരക്കുളത്തിലേക്ക് കൊണ്ടുപോവാ, താമരപ്പൂ കാണിക്കാൻ വേണ്ടി. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കിടിലം വലിയൊരു മൊട്ടും ഉണ്ടായിരുന്നു, ഒരു വലിയ പൂവും ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഇരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ അക്ബർ വിളിക്കുന്നത്. അവന്റെ ബൈക്കിന്റെ ബാക്കിലത്തെ ടയർ മാറണോ, അങ്ങനെ അവനെ കൊണ്ട് ടയർ മാറാനായിട്ട് പോവുക. കടയിൽ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ് ട്യൂബുള്ള ടയർ മാറ്റിയിട്ട് ട്യൂബ്ലെസ് ടയർ ഇടാം. എന്നാൽ പിന്നെ ഓന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ടയർ ഇളക്കി. ഇതാണ് ട്യൂബ്ലെസ് ടയർ. നമ്മളെ ചേട്ടൻ നേരെ ട്യൂബ്ലെസ് ടയർ എടുത്ത് വീലിട്ടതിന് ശേഷം വണ്ടിയിൽ ടയറും ഫിറ്റ് ചെയ്ത് എന്നിട്ട് നേരെ തിരിച്ചു പോയി. നമ്മൾ ഞാൻ നേരെ വന്നത് അപ്പയുടെ വീട്ടിലോട്ടാണ്. അപ്പയുടെ വീട്ടിൽ സാംസങ്ങിന്റെ പുതിയ TV മേടിച്ച് അത് ഫിറ്റ് ചെയ്യാൻ രണ്ടുപേരും വന്ന്. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി വന്നത്. TV സ്റ്റാൻഡ് വെക്കണമെങ്കിൽ ഭിത്തി തുള ഇടണമെന്ന് പറഞ്ഞാൽ അവർ ഭിത്തി തുളയിട്ട് തുടങ്ങി. ശേഷം അവർ രണ്ടുപേരും കൂടെ TV എടുത്തുകൊണ്ട് പോയി നേരെ ഭിത്തിയിലും കൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആഹാ ഉഷാറായി TV സെറ്റ്. അങ്ങനെ TV ഒക്കെ കണ്ടിരിക്കുമ്പോഴാണ് അപ്പച്ചി ചക്ക വറുക്കുന്നത്. പിന്നെ അതും പോയി നോക്കി കണ്ടുകൊണ്ട് നിന്ന് കുറച്ചധികം ചക്കയും വാരി തിന്നു. പിന്നെ നേരെ പോയത് മൂത്തേമ്മയുടെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ രണ്ടും കൂടി എന്നെ കൊണ്ടുപോയി മരത്തിൻ്റെ മുകളിൽ കെട്ടി പാട്ട് പാടുന്നു. നമ്മളെ ലച്ചു നല്ലൊരു പാട്ട് പാടി. വീണ്ടും പാടാൻ പറഞ്ഞപ്പോൾ അവള് പാടുന്നില്ല. ഞാൻ പിന്നെ വിടുവോ? അവളെ കയ്യോടെ പിടിച്ചോണ്ട് രണ്ടുപേരെ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വേറെ പാട്ട് പാടാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഉപ്പുകാറ്റിൽ മീനെ മണക്കും നടുകടലിൽ കൊണ്ടാൽ കാറ്റുകൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകും? കടൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? മനം തന്നെ ഉന്നബലവാന്യമെന്നോ. നമ്മൾ ലച്ചു നല്ല ഫോമിൽ പാടിയപ്പോഴാണ് മൂത്തേമ്മ അവിടെ നിന്ന് എത്തി വെക്കുന്നത്. പിന്നെ പുള്ളിക്കാർക്ക് പാട്ട് പാടാൻ പറ്റിയില്ല. നമ്മൾ ലച്ചു ഒന്ന് ആലപ്പുഴ പോവാം. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഡ്രസ്സെല്ലാം മാറി ഞാൻ ക്യാറ്റ് വാക്ക് ചെയ്യട്ടെ. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ശരി, ബാക്കി നാളെ.